ഹായ് ഫ്രണ്ട്സ്, ജിൻഡോനാണ് JTC മീഡിയ. ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷാണ്. ഇത് കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് കൊടുന്ന് വെച്ചിരിക്കുന്ന നിറയെ പൊടിയാണ് ഇതിൽ. ഇത് കേരളയുടെ ഒരു മോസ്കിറ്റോ സെക്ഷനാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷാണ് ഇതിലുള്ളത്. ഇത് സാധാരണ നമ്മുടെ റബ്ബർ. ഇനി നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഡിവൈഡർ ഇങ്ങോട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കയറ്റിയിട്ട് ഇവിടെ നിന്നാണ് സ്ക്രൂ ചെയ്യുക, അല്ലെങ്കിൽ റിവിറ്റ് അടിക്കുക. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ടാണ് ഈ ഭാഗം കട്ട് ചെയ്തിട്ടാണ് കയറ്റിയിട്ടുള്ളത്. അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു, ഇത് നീ ആളിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഡിവൈഡറിൻ്റെ ഉള്ളിൽ കോർണറൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാതൊക്കെയാണ് അവർ പറയണത്. എനിക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെ കോർണർ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റണമെന്ന്. കോർണർ ഞാൻ കണ്ടിട്ടുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതിന് ബാക്ക് സൈഡ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് കള്ളിപ്പൊളി എന്ന് പറഞ്ഞു. ഇത് ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ തന്നെ തിരിക്കട്ടാ. നിങ്ങൾക്ക് ബാക്ക് സൈഡ് നോക്കിയിട്ട് എന്തെങ്കിലും കാണാനുണ്ടോ? എന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമോ കാര്യങ്ങളും വല്ലതും കാണാണ്ട. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് എങ്ങനെ ഫിറ്റ് ചെയ്തേക്കണമെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. ഇത് മടക്കിയിട്ട് സ്ക്രൂ ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കണേ. ഇത് എങ്ങനെ ഫിറ്റ് ചെയ്തേക്കണമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഊരി കാണിച്ചു തരണമാണ് കേട്ടോ. ഇതാ നമ്മൾ ഈ റബ്ബർ കൊണ്ട് വലിച്ചു ഊരുക. ഇപ്പം നമ്മൾ സാധാരണ മെഷറിനെ പോലെ തന്നെയാണ് ഇത് കൊടുത്തിരിക്കണേ. ഇത് ഇങ്ങനെ കൊടുത്തിരിക്കണത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെ ഫിറ്റ് ചെയ്തേക്കണം. അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് വരെയുള്ള അളവ് എടുത്തിട്ട് ഈ ചാലിൻ്റെ ഭാഗം ഗ്രൈൻഡ് ചെയ്തിട്ട് പട്ട പോലെ വെച്ചിട്ട് ഇത് സ്ക്രൂ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ലോഡാക്കി വെച്ചിരിക്കുകയാണ്. ശേഷം നമ്മൾ നമ്മുടെ മോസ്കിറ്റോ സെക്ഷൻ ഇതിൽ പിടിപ്പിക്കുന്ന സമയത്ത് ഇതാ നമ്മൾ ഈ സാധനം വെച്ചിട്ടതേ ഇതിങ്ങനെ ഓടിക്കും. ഓടിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ലോക്കായി. ഈ നമ്മുടെ റബ്ബറും കൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതാട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇത് ഫിറ്റായി. ഇനി ഇത് എങ്ങനെ പോകുന്നെന്ന് പറയണം, എനിക്ക് മനസ്സിലാവില്ല. ഇത് ഇനി ഇവിടെ നിന്ന് തള്ളി നോക്കാം. ഇതിൽ ലോഡായി. ഇതൊരു കാരണവശാലും പുറത്തേക്ക് പോകില്ല. ഈ സാധനം ഡിവൈഡർ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ മൊത്തം പുറത്തേക്ക് പോകണം. അതിപ്പോൾ നിങ്ങൾ റിവിറ്റ് അടിച്ച് വെച്ചാലും ഈ റബ്ബർ പോയാലും ഈ മെഷ് പുറത്തേക്ക് വരും. ടൈറ്റിനൊന്നും കുറവില്ല, അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ഈ സാധനം നിൽക്കുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടത് ക്ലിക്കായ കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മളെ കളിയാക്കാരാണ് ആൾക്കാരുള്ളത്. ഫാബ്രിക്കേഷൻ ഫീൽഡിൽ ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ഒരു വേറെ ഫാബ്രിക്കേഷൻകാരെ കളിയാക്കില്ല. അത് അവർക്ക് മാത്രമേ